നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ കുറിച്ചോർത്ത് അഭിമാനമാണുള്ളതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇന്ന് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത കേരളത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായ ദീർഘവീക്ഷണമുണ്ടെന്നും ഗവർണർ പറഞ്ഞു. ഭിന്നതകൾക്കിടയിലും കേരളത്തിന്റെ വികസനത്തിനായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണമെന്നും ഗവർണർ വ്യക്തമാക്കി. ഏതായാലും ഗവർണറുടെ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചുമതല ഏറ്റതിനു ശേഷം തന്നെ സർക്കാരും അല്പം നയങ്ങൾ മയപ്പെടുത്തിയിരുന്നു. നയപ്രഖ്യാപന പ്രസംഗം അടക്കം മുഴുവൻ വായിച്ചാണ് സർക്കാരിനെയും പുതിയ ഗവർണർ ഞെട്ടിച്ചത്. ഇതിനു മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വന്ന് കാലുകുത്തിയത് മുതൽ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന അവസാന നിമിഷം വരെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് സർക്കാരുമായി ഉണ്ടായിരുന്നത്. തെരുവിലടക്കം ഏറ്റുമുട്ടേണ്ട ഗതികേടിലേക്ക് ഗവർണറും സർക്കാരും മാറിയ ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഗവർണർ വിശ്വനാഥ് ആർലേക്കർ കേരളത്തിൽ എത്തിയതും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഭാര്യയും രാജ്ഭവനിൽ നേരിട്ട് ഗവർണറെ കണ്ടിരുന്നു. അദ്ദേഹം നൽകിയ സൽക്കാരത്തിലും പങ്കെടുത്തു. ഇതുകൂടാതെ രാജ്ഭവനിൽ നടക്കാൻ പ്രഭാത സവാരിക്കായി പിണറായി വിജയൻ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരം ഒരു മയപ്പെടുത്തൽ ഉദാഹരണമാണ്. ഇന്ന് പ്രസംഗത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളും വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. വിവിധ മേഖലകളിൽ നമ്മുടെ സംസ്ഥാനം വികസിച്ചു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് സംസ്ഥാനത്തെ മികവുറ്റതാക്കാൻ പരിശ്രമിക്കണം. ഒന്നിച്ചു നിന്നാലേ വികസിത ഭാരതത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കേരളത്തിന്റെ ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഞാൻ മറ്റുള്ളവരോട് പറയും, എന്റെ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമാണെന്ന്. കേരളത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. കേരളത്തിന്റെ നേട്ടത്തിൽ എനിക്ക് പങ്കില്ല. അത് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെയും ഭരണകർത്താക്കളുടെയും പ്രതിപക്ഷത്തിന്റെയും പരിശ്രമത്തിന്റെ ഫലമാണ്. കേരളം മുന്നോട്ട് കുതിക്കുന്നതിന്റെ കാരണം അതാണ്. ഒട്ടനവധി സൂചികകളിൽ കേരളം രാജ്യത്തെക്കാളും മുന്നിലാണ്. ഇന്നത്തെ ദിവസം ആത്മപരിശോധന നടത്താനുള്ളതാണ്. സിംഹത്തെ കാട്ടിലെ രാജാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും സിംഹം പിന്നോട്ട് തിരിഞ്ഞു നോക്കും. എത്ര ദൂരം മുന്നോട്ട് വന്നു എന്ന് മനസ്സിലാക്കാനാണ് സിംഹം അങ്ങനെ ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾ ശ്രേഷ്ഠരാണ്. അവർ സിംഹങ്ങളെ പോലെയാണ്. എത്ര ദൂരം പിന്നിട്ടുവെന്ന് ഇനി എത്ര മുന്നോട്ട് പോകണമെന്നും നാം സ്വയം വിലയിരുത്തണം. നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് നാം കുതിക്കുകയാണ്. അടുത്ത 25 വർഷത്തിൽ നേടേണ്ടതിനെ കുറിച്ച് നാം ചിന്തിക്കണം. കേരളം ഒട്ടും പുറകിലല്ല, മുന്നോട്ട് കുതിക്കുകയാണ് കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. വികസിത കേരളം ഇല്ലാതെ വികസിത ഭാരതത്തിന് മുന്നോട്ട് പോകാനാകില്ല. മുഖ്യമന്ത്രിക്ക് അതേപറ്റി വ്യക്തമായ ധാരണയുണ്ട്. ഭിന്നതകൾക്കിടയിലും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാം എന്നാണിത് സൂചിപ്പിക്കുന്നത്. നമ്മൾ യന്ത്രങ്ങളല്ല, സാധാരണ മനുഷ്യരാണ്. ഭിന്നതകൾ സ്വാഭാവികമാണെന്നും ഗവർണർ പറഞ്ഞു. ഏതായാലും ഇന്ന് സർക്കാരിനെയും പുകഴ്ത്തിക്കൊണ്ടാണ് ഗവർണറുടെ വാക്കുകൾ. തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആയിരുന്നു ഉദ്ഘാടകൻ. റിപ്പബ്ലിക് ദിന സന്ദേശം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്.